മക്കളെ നമസ്കാരം. നമ്മൾ അടുത്തായി നോക്കുന്നത് ലെബിക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറമാണ്. നമ്മൾ തൊട്ട് മുന്നേ മൊണോട്ടോൺ കൺവേർജൻസ് തിയറവും അതുപോലെ ബൗണ്ടഡ് കൺവേർജൻസ് തിയറവും മറ്റു കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അവിടെ പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് FN ടെൻസ് ടു F ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രലും ലിമിറ്റും ഇൻ്റർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് ബൗണ്ടഡ് കൺവേർജൻസ് തിയറത്തിലും. അത് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം പറയുമ്പോൾ ബൗണ്ടഡ് ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ അവിടെ അതിൽ യൂണിഫോം ബൗണ്ടഡ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ബൗണ്ടഡ് കൺവേർജൻസ് തിയറത്തിൽ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം മൊണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൽ FNs സ്ട്രിക്ട്ലി മൊണോട്ടോൺ ഇൻക്രീസിങ് ആൻഡ് നോൺ നെഗറ്റീവ് ആൻഡ് FN ടെൻസ് ടു F പോയിൻറ്റ് വൈസ്ലി ദെൻ ലിമിറ്റ് ആൻഡ് ഇൻ്റഗ്രൽ ആർ ഇൻ്റർചേഞ്ചബിൾ എന്ന് പഠിച്ചു. ഇവിടെ പക്ഷേ റിയൽ വാല്യൂഡ് കേസാണ് സംസാരിക്കുന്നത്. ബൗണ്ടഡ് കൺവേർജൻസ് തിയറത്തിൽ ബൗണ്ടഡ് ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ടായിരുന്നു. മൊണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൽ നോൺ നെഗറ്റീവ് മൊണോട്ടോൺ ഇൻക്രീസിങ് ഫങ്ഷൻസ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സീക്വൻസ് ഓഫ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസോ എക്സ്റ്റൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസോ ആണ്, മെഷറബിളുമാണ്. ആൻഡ് FN ടെൻസ് ടു F പോയിൻറ്റ് വൈസ്ലി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. കൂടാതെ ഈ FNs-നെ വേറൊരു ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡോമിനേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മോഡ് FN ലെസ് ദാൻ ഓർ ഈക്വൽ ടു G ഓൺ E ഫോർ എവരി N. അതിനെയാണ് നമ്മൾ G ഡോമിനേറ്റ് FN എന്ന് വിളിക്കുന്നത്. ഡോമിനേറ്റ് ചെയ്യുന്നതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണെന്ന് പറയാം. ഓക്കെ, ലുക്ക് അറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി തിയറം. ലെറ്റ് FN be a sequence of measurable functions on E and suppose that there is a function G which is integrable over E and which dominates our sequence FN in the sense that mod FN less than or equal to G on E for every N. If FN tends to F pointwisely almost everywhere on E, then F is integrable over E and the limit N tends to infinity integral over FN equal to integral over F. ഓക്കെ, അപ്പോൾ FN Fയിലേക്ക് പോയിൻ്റ് വൈസായി കൺവേർജ് ചെയ്യുന്നു. Fനെ G എന്ന് പറയുന്ന നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു എങ്കിൽ F ഇൻ്റഗ്രബിൾ ആയിരിക്കും. കൂടാതെ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച്. സാധാരണ FN മെഷറബിൾ ആണെങ്കിൽ ലിമിറ്റ് മെഷറബിൾ ആയിരിക്കും, പക്ഷേ ഇൻ്റഗ്രബിലിറ്റി അതുപോലെ വരണം നിർബന്ധമില്ല. പക്ഷേ ഇവിടെ ഈ ഡോമിനേറ്റ് എന്ന സെൻസിൽ അത് വരുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, സപ്പോസ് ദാറ്റ് FN ഈസ് ഡോമിനേറ്റഡ് ബൈ G, ദാറ്റ് മീൻസ് മോഡ് FN ലെസ് ആർ ഈക്വൽ ടു G ഓൺ E ആൻഡ് FN ടെൻസ് ടു F പോയിൻറ്റ് വൈസ്ലി ആൾമോസ്റ്റ് എവരിവെയർ ഓൺ E. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവ ലിമിറ്റ് മോഡ് FN ഷുഡ് ബി ലെസ് ആൻ ഓർ ഈക്വൽ ടു G ആയിരിക്കും. ദാറ്റ് മീൻസ് മോഡ് F ലെസ് ആർ ഈക്വൽ ടു G ഓൺ E ആണെന്ന് കിട്ടുന്നു. അതിനർത്ഥം ഈ Fനെയും G ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അതായത് ഇപ്പോൾ FNനെയും ഡോമിനേറ്റ് ചെയ്യുന്നു, Fനെയും G ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡ് FNും മോഡ് Fും നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആണ്, G നോൺ നെഗറ്റീവ് ആണ്. ഇൻ്റഗ്രലിലെ മോണോട്ടോണിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് FN ലെസ് ആൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ G എന്ന് കിട്ടും. അതുപോലെ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് F ലെസ് ആൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ G എന്ന് കിട്ടും. പക്ഷേ G ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് FN ലെസ് ദാൻ ഇൻഫിനിറ്റി കിട്ടുന്നു. അതുപോലെ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് Fും ലെസ് ദാൻ ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ബോത്ത് ഫംഗ്ഷൻസ് മോഡ് FN ആൻഡ് മോഡ് F ആർ ഇൻ്റഗ്രബിൾ ഓവർ ഈ. മോഡ് FN ആൻഡ് മോഡ് F ആർ ഇൻ്റഗ്രബിൾ ഓവർ ഈ മീൻസ് FN ആൻഡ് F ആർ ഇൻ്റഗ്രബിൾ ഓവർ ഈ എന്ന് കിട്ടും. ഇനി FNും Fും ഇൻ്റഗ്രബിൾ ആണെങ്കിൽ പ്രൊപ്പോസിഷൻ 15 പ്രകാരം ബോത്ത് ആർ ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവരിവെയർ ഓൺ E ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ആ കണ്ടീഷനിലേക്ക് തന്നെ ഒന്നുകൂടി നോക്കാം. മോഡ് FN ലെസ് ആർ ഈക്വൽ ടു G ഫോർ എവരി N ആൻഡ് മോഡ് F ലെസ് ആർ ഈക്വൽ ടു G ഓൺ E. രണ്ട് കാര്യങ്ങളിലും ഈ ഇൻഇക്വാലിറ്റിയുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -G ലെസ് ആൻ ഓർ ഈക്വൽ ടു FN ലെസ് ആർ ഈക്വൽ ടു G ഫോർ എവരി N ആൻഡ് -G ലെസ് ആർ ഈക്വൽ ടു F ലെസ് ആർ ഈക്വൽ ടു G ഓൺ E എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ G FNേക്കാൾ വലുതായതുകൊണ്ട് G മൈനസ് FN നോൺ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ G Fനേക്കാൾ വലുതായതുകൊണ്ട് G മൈനസ് Fും നോൺ നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ബോത്ത് G മൈനസ് F ആൻഡ് G മൈനസ് FN ആർ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ഫോർ എവരി N എന്ന് കിട്ടും. ഓക്കെ, ഇനി FN Fയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ G മൈനസ് FN മസ്റ്റ് കൺവേർജസ് ടു G മൈനസ് F പോയിൻറ്റ് വൈസ് ആൾമോസ്റ്റ് എവരിവെയർ ഓൺ E. ദെൻ ബൈ ഫാറ്റോസ് ലെമ്മ നമുക്ക് കിട്ടും ഇൻ്റഗ്രൽ ഓവർ ഈ G മൈനസ് F ഈസ് ലെസ് ആർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഈ G മൈനസ് FN എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടെ G മൈനസ് Fും G മൈനസ് FN ഒക്കെ നോൺ നെഗറ്റീവ് ആവുന്നതുകൊണ്ടാണ് ഫാറ്റോസ് ലെമ്മ അപ്ലൈ ചെയ്തത്.
Again by the linearity property of integration, integral over LHS ൽ സംഭവിക്കും integral over g minus integral over f equal to integral over g minus f less than or equal to limit inferior of integral over g minus fn. ആ ലിമിറ്റ് ഇൻഫീരിയറും ലീനിയറിറ്റി റൈറ്റ് സൈഡിൽ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ ജി എന്ന് എഴുതാം. പക്ഷേ അത് ഈ ജിയിൽ എൻ ഇല്ലാത്തത് കൊണ്ട്, അതായത് ജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചോയ്സ് ഓഫ് എൻ ആയതുകൊണ്ട് ലിമിറ്റ് ഇൻഫീരിയർ കൊടുത്താലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ ജി തന്നെയായിരിക്കും പ്ലസ് ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് എഫ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ജി. ഈ മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഇൻഫീരിയർ പോയി ലിമിറ്റ് സുപ്പീരിയർ ആവും. അപ്പോൾ മൈനസ് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ എന്ന് കിട്ടുന്നു. ഇനി ഇൻ്റഗ്രൽ ഓവർ ജി ഫൈനൈറ്റ് ആണ്, കാരണം ജി ഇൻ്റഗ്രബിൾ ആവുന്നതുകൊണ്ട്. അപ്പോൾ ഈ എൽ എച്ച് എസിലെയും ആർ എച്ച് എസിലെയും ഇൻ്റഗ്രൽ ഓവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്പീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 3 എന്ന് എഴുതാം. ഇനി ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ ജി റൈറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ, മുകളിലുള്ള ഇൻഇക്വാളിറ്റിയിൽ റൈറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ജി പ്ലസ് എഫ് എൻ ഗ്രേറ്റർ ആർ ഈക്വൾ ടു 0, അതുപോലെ ജി പ്ലസ് എഫ് ഗ്രേറ്റർ ആർ ഈക്വൾ ടു 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ബോത്ത് ജി പ്ലസ് എഫ് എൻ ആൻഡ് ജി പ്ലസ് എഫ് ആർ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ് ഓൺ ഇ ആൻഡ് ജി പ്ലസ് എഫ് എൻ ടെൻസ് ടു ജി പ്ലസ് എഫ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. കാരണം എഫ് എൻ എഫിലേക്ക് പോകുന്നതുകൊണ്ട് ജി പ്ലസ് എഫ് എൻ ടെൻസ് ടു ജി പ്ലസ് എഫ് ആയിരിക്കും. അഗെയിൻ അപ്ലൈ ദി ഇൻറ്റഗ്രബിലിറ്റി ആൻഡ് ദി ഫാറ്റോസ് ലെമ്മ ബോത്തും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ജി പ്ലസ് എഫ് ലെസ് ആർ ഈക്വൾ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ ജി പ്ലസ് എഫ് എന്ന് കിട്ടുന്നു. ലീനിയാരിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ജി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈക്വൾ ടു ഇൻ്റഗ്രൽ ഓവർ ജി പ്ലസ് എഫ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ ജി പ്ലസ് എഫ് എൻ. ഇനി ആദ്യത്തെ ടേമിൽ എൻ ഇല്ലാത്തതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ ജി തന്നെ എഴുതാം പ്ലസ് ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ എന്ന് കിട്ടുന്നു. ഇൻ്റഗ്രൽ ഓവർ ജി ഫൈനൈറ്റ് ആയതുകൊണ്ട് ബോത്ത് സൈഡ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ലെസ് ആർ ഈക്വൾ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഇക്വേഷൻ 5. ഫ്രം 3 and 5, 3ഉം 5ഉം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ലെസ് ആർ ഈക്വൾ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ഈ ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിൻ്റെ ലിമിറ്റ് സുപ്പീരിയറിനേക്കാൾ വലുതാണ് ഇൻ്റഗ്രൽ ഓവർ എഫ്, ലിമിറ്റ് ഇൻഫീരിയറേക്കാൾ ചെറുതാണ് ഇൻ്റഗ്രൽ ഓവർ എഫ്. അതിനർത്ഥം ഇവിടെ ലിമിറ്റ് സുപ്പീരിയർ ലിമിറ്റ് ഇൻഫീരിയറിനേക്കാൾ ചെറുതാവുന്ന ഒരു സീക്വൻസിൻ്റെ, പക്ഷേ എല്ലായ്പ്പോഴും ലിമിറ്റ് സുപ്പീരിയർ ആയിരിക്കും വലുത്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് കൂടി ഉണ്ടെന്നാണ് അതിനർത്ഥം. എല്ലായ്പ്പോഴും ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് സുപ്പീരിയർ ലിമിറ്റ് ഇൻഫീരിയറേക്കാൾ വലുതായിരിക്കും. അപ്പോൾ റിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇൻഇക്വാളിറ്റി റിവേഴ്സ് കൂടി എഴുതി കഴിയുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഈക്വൽ ടു ലിമിറ്റ് സുപ്പീരിയർ ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടുന്നു. ഇനി ലിമിറ്റ് സുപ്പീരിയറും ലിമിറ്റ് ഇൻഫീരിയറും ഈക്വൽ ആണെങ്കിൽ അതിന് ലിമിറ്റ് എന്നാണ് നമ്മൾ പറയുക. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ദാറ്റ് മീൻസ് ഹിയർ ലിമിറ്റ് ആൻഡ് ഇൻ്റഗ്രൽ ആർ ഇൻ്റർചേഞ്ചബിൾ ഇൻ ദിസ് കണ്ടീഷൻ. അപ്പോൾ ഡോമിനേറ്റഡ് കൺവേഴ്സ് തിയറത്തിൽ റിയൽ വാല്യൂഡ് എക്സ്റ്റൻഡഡ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ആ സീക്വൻസിനെ ഒരു ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഡോമിനേറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ജനറൽ ലെബിക് ഡോമിനേറ്റഡ് കൺവേഴ്സ് തിയറമാണ് പറയുന്നത്. അതിനകത്ത് ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എഫ് എൻ തന്നിട്ടുണ്ട്. എഫ് എൻ ടെൻസ് ടു എഫ് പോയിന്റ് വൈസ് ആൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആൻഡ് ദർ ഈസ് എ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ജി എൻ ആൻഡ് വിച്ച് ടെൻസ് ടു ജി ആൾമോസ്റ്റ് എവരിവെയർ. അപ്പോൾ രണ്ട് സീക്വൻസ് ഇവിടെ ഉണ്ട്, എഫ് എന്നും ജി എനും. എഫ് എൻ എക്സ്റ്റൻഡഡ് റിയൽ വാല്യൂഡ് കേസ് മെഷറബിൾ ഫംഗ്ഷൻസും ജി എൻ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസുമാണ്. എഫ് എൻ ടെൻസ് ടു എഫ് ആൻഡ് ജി എൻ ടെൻസ് ടു ജി പോയിന്റ് വൈസ് ആൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. കൂടാതെ എഫ് വണ്ണിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് ജി വൺ, എഫ് ടുവിനെ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് ജി ടു, എക്സെട്ര എഫ് എന്നിനെ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് ജി എൻ. ദാറ്റ് മീൻസ് മോഡ് എഫ് എൻ ലെസ് ആർ ഈക്വൾ ടു ജി എൻ ഓൺ ഇ ഫോർ എവരി എൻ. അപ്പോൾ ജി വൺ ഡോമിനേറ്റ്സ് എഫ് വൺ, ജി ടു ഡോമിനേറ്റ്സ് എഫ് ടു എക്സെട്ര. കൂടാതെ ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. ഈ ഡോമിനേറ്റ് ചെയ്യുന്ന ഈ ജി എൻസിൻ്റെ പ്രത്യേകത ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണെന്നും അത് ഇൻ്റഗ്രബിൾ ആണെന്നും, ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ലിമിറ്റിംഗ് ഇൻ്റഗ്രൽ വാല്യൂ ഫൈനൈറ്റുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ജി എന്നും ജിയും ഇൻ്റഗ്രബിൾ ആണ്, അവിടെ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണ്. ജി എൻസ് എഫ് എൻസിനെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. എഫ് എൻ ടെൻസ് ടു എഫ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ആണ്. എങ്കിൽ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണ് എഫ് എന്നിന്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ എഫ് എൻസ് ആർ ഡോമിനേറ്റഡ് ബൈ ജി എൻ ആൻഡ് ജി എൻസ് ആർ നോൺ നെഗറ്റീവ് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻസ് വിച്ച് കൺവേർജസ് ടു ജി പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ആൻഡ് ജി എൻ ആൻഡ് ജി ആർ ഇൻ്റഗ്രബിൾ ഓവർ ഇ.
ഇപ്പോൾ ജി എനും ജിയും ഇൻറ്റഗ്രബിൾ ആണ്. അതിനർത്ഥം ലിമിറ്റ് ആൻഡ് ടെൻഷൻ അതിൻ്റെ ലിമിറ്റ് ആൻഡ് ഇൻറ്റഗ്രൽ ആർ ഇൻ്റർചേഞ്ചബിൾ. ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ദാറ്റ് വാല്യൂ ഫൈനൈറ്റ് ആയതുകൊണ്ട് ജി എനും ജിയും ഇൻറ്റഗ്രബിൾ ഓവർ ഇ ഇൻറ്റഗ്രബിൾ ആണ്. ഇനി എഫ് എൻ ആൻഡ് എഫ് ആർ ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആയിരിക്കും. കാരണം കമ്പാരിസൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് കമ്പാരിസൺ കൊടുത്താൽ മതി, ഇൻറ്റഗ്രൽ കമ്പാരിസൺ കൊടുത്താൽ മതി. ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എൻ ലെസ് ആർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ ജി എൻ എന്ന് കിട്ടും. പക്ഷേ ആ വാല്യൂ ലെസ് ആൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് മോഡ് എഫ് എൻ ഈസ് ഇൻറ്റഗ്രബിൾ. സിമിലർലി മോഡ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ. ദാറ്റ് മീൻസ് എഫ് എൻസ് ആൻഡ് എഫ് ആർ ഇൻറ്റഗ്രബിൾ മീൻസ് ദേ ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും. ഓക്കെ, ഇനി മോഡ് എഫ് എൻ ലെസ് ആർ ഈക്വൾ ടു ജി എൻ ഫോർ എവരി എൻ. അങ്ങനെയാണെങ്കിൽ മൈനസ് ജി എൻ ലെസ് ആൻ ഓർ ഈക്വൾ ടു എഫ് എൻ ലെസ് ആർ ഈക്വൾ ടു ജി എൻ ഫോർ എവരി എൻ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ജി എൻ മൈനസ് എഫ് എൻ ബി നോൺ നെഗറ്റീവ് ആണ്. കാരണം ഇവിടെ തൊട്ട് മുകളിൽ ഇനിക്വാളിറ്റി പ്രകാരം ജി എൻ എഫ് എന്നേക്കാൾ വലുതായതുകൊണ്ട് ജി എൻ മൈനസ് എഫ് എൻ നോൺ നെഗറ്റീവ് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻസ് ആൻഡ് ജി എൻ മൈനസ് എഫ് എൻ ടെൻസ് ടു ജി മൈനസ് എഫ് ആയിരിക്കും. കാരണം ജി എൻ ടെൻസ് ടു ജി ആൻഡ് എഫ് എൻ ടെൻസ് ടു എഫ് മീൻസ് ജി എൻ മൈനസ് എഫ് എൻ ടെൻസ് ടു ജി മൈനസ് എസ് പോയിന്റ് വൈസ് ആൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. അപ്പോൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഫാക്ടേഴ്സ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ ദി ജി മൈനസ് എഫ് ലെസ് ആർ ഈക്വൾ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ജി എൻ മൈനസ് എഫ് എൻ എന്ന് കിട്ടുന്നു. ഇനി എൽ എച്ച് എസ് ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാം. ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ ജി മൈനസ് ഇൻറ്റഗ്രൽ ഓവർ എഫ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ ഓവർ ജി മൈനസ് എഫ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ജി എൻ മൈനസ് എഫ് എൻ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ജി എൻ പ്ലസ് ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻറ്റഗ്രൽ ഓവർ മൈനസ് എഫ് എൻ. മൈനസ് എഫ് എൻ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ മൈനസിനെ പുറത്തെടുക്കുമ്പോൾ ലിമിറ്റ് സുപ്പീരിയർ ആവും. ദാറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഇനി തൊട്ട് മുന്നിൽ തന്നിട്ട് ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ജി എൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓവർ ജി ആണ്. ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് ഇൻഫീരിയറും ലിമിറ്റ് സുപ്പീരിയറും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ലിമിറ്റ് തന്നെയാണ് ലിമിറ്റ് സുപ്പീരിയറും ലിമിറ്റ് ഇൻഫീരിയറും. അപ്പോൾ അതിനർത്ഥം ഇൻറ്റഗ്രൽ ഓവർ ജി എന്നിൻ്റെ ലിമിറ്റ് ഇൻറ്റഗ്രൽ ഓവർ ജി ആണ് മൈനസ് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ എന്ന് കിട്ടുന്നു. ഈ ഇൻറ്റഗ്രൽ ഓവർ ജി ഫൈനൈറ്റ് ആണ്. രണ്ട് സൈഡും ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റഗ്രൽ ഓവർ എഫ് ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ് ആവും. അതായത് ഇക്വേഷൻ നമ്പർ നമുക്ക് 1 കിട്ടുന്നു. ഇൻറ്റഗ്രൽ ഓവർ എഫ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു ലിമിറ്റ് സുപ്പീരിയർ ഓഫ് ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ. ഇപ്പോൾ ജി മൈനസ് എഫ് എനും ജി എൻ മൈനസ് എഫ് എനും ജി മൈനസ് എഫിലും ഫാക്ടേഴ്സ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടിയത്. ഇനി ജി എൻ പ്ലസ് എഫ് എന്നിലും ജി പ്ലസ് എഫിലും ഫാക്ടേഴ്സ് ലെമ്മ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് മുകളിൽ അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇൻറ്റഗ്രൽ ഓവർ എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് ഇൻറ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടും. ഫ്രം 1 and 2 we get limit superior of integral over f n less than or equal to integral over f less than or equal to limit inferior of integral over f n. പക്ഷേ ലിമിറ്റ് സുപ്പീരിയർ എല്ലായ്പ്പോഴും ലിമിറ്റ് ഇൻഫീരിയറേക്കാൾ വലുതായിരിക്കും. ഇവിടെ ചെറുതാണ് കിട്ടിയത്. ഇപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ലിമിറ്റ് സുപ്പീരിയർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് എന്ന് കിട്ടും. ലിമിറ്റ് സുപ്പീരിയറും ലിമിറ്റ് ഇൻഫീരിയറും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലിമിറ്റ്. ദാറ്റ് മീൻസ് ലിമിറ്റ് ആൻഡ് ടെൻഷൻ ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ്. അപ്പോൾ ഈ തിയറത്തെയാണ് നമ്മൾ ജനറലൈസ്ഡ് വേർഷൻ ഓഫ് ഡോമിനേറ്റഡ് കൺവേഴ്സ് തിയറം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു തിയറാണ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 4.5 കൗണ്ടബിൾ അഡിറ്റിവിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ഇൻറ്റഗ്രേഷൻ എന്നുള്ള സെക്ഷനാണ്. ഇതിനകത്ത് കൗണ്ടബിൾ അഡിറ്റിവിറ്റി ഓഫ് ഇൻറ്റഗ്രേഷൻ നമ്മൾ സാധാരണ മെഷറിന് കൗണ്ടബിൾ അഡിറ്റിവിറ്റി ഉണ്ട്. മെഷർ ഓഫ് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ് E1 E2 എക്സെട്ര തന്നിട്ടുണ്ടെങ്കിൽ മെഷർ ഓഫ് ദി യൂണിയൻ ഈക്വൽ ടു സം ഓഫ് ദി മെഷർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെയർ വൈസ് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ് ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എഫ് ഒരു ഇൻറ്റഗ്രബിൾ ഫംഗ്ഷനാണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആൻഡ് ഇ എൻസ് ആർ പെയർ വൈസ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആൻഡ് ദർ യൂണിയൻ ഈസ് ഈക്വൽ ടു ഇ. ഇപ്പോൾ ഇ ഈക്വൽ ടു യൂണിയൻ എൻ ഈക്വൽ ടു 1 to infinity ഇ എൻ എന്ന് തന്നിട്ടുണ്ട്. ഇ എൻസ് ആർ പെയർ വൈസ് ഡിസ്ജോയിൻറ്റും മെഷറബിളും ആണ്. ആൻഡ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ. ദെൻ വി നീഡ് ടു പ്രൂവ് ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ഈക്വൽ ടു സമേഷൻ എൻ വേരീസ് ഫ്രം 1 to infinity ഇൻറ്റഗ്രൽ ഓവർ ഇ എൻ എഫ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം സപ്പോസ് ചെയ്തു ലെറ്റ് എൻ എലമെൻറ്റ് ഓഫ് എൻ define fn equal to f dot chi n where chi n is the characteristic function of the measurable set union k varies from 1 to n ek. അതായത് F1 എന്ന് പറഞ്ഞാൽ f dot chi 1 ആണ്. chi 1 പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് E1 എന്ന് പറയുന്ന സെറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ്. F2 എന്ന് പറയുന്നത് f dot chi 2 ആണ്. അതിലെ chi 2 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് E1 യൂണിയൻ E2 എന്നാണ്. F3 എന്ന് പറയുന്നത് f ഡോട്ട് chi 3 ആൻഡ് chi 3 ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് E1 യൂണിയൻ E2 യൂണിയൻ E3. അപ്പോൾ അങ്ങനെയാണ് ജനറലായിട്ട് അത് പോകുന്നത്. ഇനി ഈ കേസ് മെഷറബിൾ ആയതുകൊണ്ട് യൂണിയൻ കെ വേരിയസ് ഫ്രം 1 to n EK ഈസ് ആൾസോ മെഷറബിൾ. അപ്പോൾ ഫൈനൈറ്റ് യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് അഗൈൻ മെഷറബിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ chi n എന്തുതന്നെയായി മാറുന്നു? ഒരു മെഷറബിൾ ഫംഗ്ഷനാണ്, നോൺ നെഗറ്റീവ് ആണ്. കാരണം 1 ഉം 0 ഉമാണ് അതിൻ്റെ ഇമേജസ് വരിക.
അപ്പോൾ എഫ് ഡോട്ട് കൈ എൻ എന്ന് ഈക്വൾ ടു എഫ് എൻ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻസ് ഓൺ ഇ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം മോഡ് എഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എഫ് ഡോട്ട് കൈ എൻ ആണ്. എഫ് ഡോട്ട് കൈ എന്നിൻ്റെ പ്രത്യേകത യൂണിയൻ കെ വേരിയസ് ഫ്രം 1 to n മാത്രം എഫ് കിട്ടും, അല്ലാത്ത കേസെല്ലാം 0 ആണ് കിട്ടുക. പക്ഷേ എഫ് എൻ അതിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മോഡ് എഫ് എൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് എഫ് ആയിരിക്കും. ഇനി എഫ് ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് മോഡ് ഓഫ് ഈസ് ആൾസോ ഇൻറ്റഗ്രബിൾ എന്ന് നമുക്ക് കിട്ടും. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യൂണിയൻ കെ വേരിയസ് ഫ്രം 1 to n ഇ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ n വേരിയസ് ഫ്രം 1 to ഇൻഫിനിറ്റി ഇ എൻ ആണ്. കൗണ്ടബിൾ യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് മെഷറബിൾ എൻ ആയിരിക്കും. എഫ് എൻ ടെൻസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ഇ. അപ്പോൾ എഫ് എൻ എഫിലേക്ക് പോകേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യണം. നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡോട്ട് കൈ ഓഫ് യൂണിയൻ n ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി എൻ ആയിരിക്കും. ഈ യൂണിയൻ n ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആണ്. ദാറ്റ് മീൻസ് എഫ് ഡോട്ട് കൈ ഇ ആണ്. എഫ് ഡോട്ട് കൈ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ വാല്യൂ ഇയിലെ എല്ലാ പോയിൻറ്റ്സിലും 1 ആണ്. അപ്പോൾ എഫ് ഡോട്ട് കൈ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു 1 ഈക്വൾ ടു എഫ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ എന്ന് പറയുന്നത് ആരിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? എഫിലേക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നു. ഇനി പുട്സ് മോഡ് എഫ് ഇസ് ഈക്വൾ ടു ജി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മോഡ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ജി ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. ഡോമിനേറ്റർ കൺവേഴ്സ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻറ്റഗ്രൽ ഓവർ എഫ് ഇസ് ഈക്വൾ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഇ എൻസ് ആർ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. അഡിറ്റിവിറ്റി ഓവർ ഡൊമെയിൻ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എഫ് ഡോട്ട് കൈ എൻ ഈക്വൽ ടു നമുക്ക് എഫ് ഡോട്ട് കൈ ഓഫ് യൂണിയൻ കെ വേരിയസ് ഫ്രം 1 to ഇ കെ എന്ന് എഴുതാം. ഇനി E1 യൂണിയൻ E2 ആണെങ്കിൽ കൈ ഓഫ് E1 യൂണിയൻ E2 എന്ന് എഴുതി കഴിഞ്ഞാൽ കൈ E1 പ്ലസ് കൈ E2 ആയിരിക്കും. ബിക്കോസ് E1 ആൻഡ് E2 ആർ പെയർ വൈസ് ഡിസ്ജോയിൻ. കൈ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു കൈ ഓഫ് എ പ്ലസ് കൈ ഓഫ് ബി, കൈ ബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കാര്യം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡോട്ട് കൈ യൂണിയൻ കെ വേരിയസ് ഫ്രം 1 to n ഇ കെ ഈക്വൽ ടു എഫ് ഡോട്ട് കൈ E1 പ്ലസ് എഫ് ഡോട്ട് കൈ E2 പ്ലസ് എക്സെട്ര എഫ് ഡോട്ട് കൈ En. Therefore integral over എഫ് എൻ ഈക്വൽ ടു integral over എഫ് ഡോട്ട് കൈ എൻ which is equal to integral over f dot chi e1 plus f dot chi e2 plus etc plus f dot chi en. ഇനി ഫൈനൈറ്റ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ ഇ 1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ ഇ 2 പ്ലസ് എക്സെട്ര പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ ഇ എൻ. ബട്ട് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ ഇ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഇ 1 എഫ് ആണ്. അടുത്തത് ഇൻ്റഗ്രൽ ഓവർ ഇ 2 എഫ് എക്സെട്ര ഇൻ്റഗ്രൽ ഓവർ ഇ എൻ എഫ് which is equal to summation k varies from 1 to n integral over e k f എന്ന് എഴുതാം. പിന്നെ ഇക്വേഷൻ 2ലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കെ വേരീസ് ഫ്രം 1 to n ഇൻ്റഗ്രൽ ഓവർ ഇ കെ എഫ് നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഇ എന്ന് പറഞ്ഞാൽ യൂണിയൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. അവിടെ ചെറിയൊരു എററുണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻ്റഗ്രൽ ഓവർ ഇ എൻ ആണ് വേണ്ടത്. ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ എൻ ആണെങ്കിൽ നമുക്ക് അത് വെച്ചുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമേഷൻ കെ വേരീസ് ഫ്രം 1 to n ഇൻ്റഗ്രൽ ഓവർ ഇ കെ എഫ് എന്ന് എഴുതാം. തൊട്ട് മുകളിലെ റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ആ സമേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. വിച്ച് ഈസ് ഈക്വൽ ടു സമേഷൻ കെ വേരീസ് ഫ്രം 1 to ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഇ കെ എഫ്. ദാറ്റ് മീൻസ് EI's are pairwise disjoint and their union equal to E, then integral over EF is equal to summation over K varies from 1 to infinity integral over EKF എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. കാരണം തൊട്ട് അടുത്ത തിയറത്തിലെ 2 പാർട്ടുകളും പ്രൂവ് ചെയ്യുന്നത് ഈ തിയറം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി അടുത്ത് കണ്ടിന്യൂറ്റി ഓഫ് ഇൻ്റഗ്രേഷൻ. നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഈ അസെൻഡിങ്ങിലും ഡിസെൻഡിങ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള റിസൾട്ടുണ്ട്. അതേ കാര്യം ഇവിടെ നമ്മൾ ഇൻ്റഗ്രലിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. Let fn be a sequence of measurable function defined on E and En's are ascending sequence of countable collection of measurable sets. Then integral over union En f equal to limit n tends to infinity integral over E fn. സാധാരണ നമ്മൾ മെഷറിലാണത് പറയാം. മെഷർ ഓഫ് ദി യൂണിയൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദി മെഷർ. അസെൻഡിങ് ആണെങ്കിൽ നമ്മൾ പറയും. അടുത്ത കേസ് ഡിസെൻഡിങ്ങിലാണെങ്കിൽ മെഷർ ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദി മെഷർ വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സെറ്റ് ഹാസ് ഫൈനൈറ്റ് മെഷർ എന്ന് പറയും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തേലേക്ക് നോക്കാം. ഇവിടെ അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. സപ്പോസ് ചെയ്തു ENs are pairwise disjoint ascending ENs are ascending sequence of countable collection of measurable sets in E
അപ്പോൾ അതിൻ്റെ പിക്ചറൈസേഷൻ നോക്കാം. ഏറ്റവും ചെറിയ സെറ്റ് E1 ആണ്. E1നേക്കാൾ വലുതാണ് E2, E2നേക്കാൾ വലുതാണ് E3, അതിനുള്ളിലേക്കാണ് അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൈൻ എ സെറ്റ് F1 ഈക്വൽ ടു E1 ആൻഡ് F2 ഈക്വൽ ടു E2 മൈനസ് E1. നോക്കൂ, F1ഉം F2 തമ്മിലുള്ള ബന്ധം. F1ൽ E1 ഉണ്ട്, F2ൽ E2 ഇല്ല. അതിനർത്ഥം F1ഉം F2ഉം തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എം ടി ആണ്. അപ്പോൾ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. F1ഉം F2ഉം പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. F1 യൂണിയൻ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കിട്ടുന്നത് E1 യൂണിയൻ E2 ആണ്. പക്ഷേ E1 യൂണിയൻ E2 തന്നെയാണ്. കാരണം E2 വലുതായതുകൊണ്ട് E2 തന്നെയാണ്. F3യുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ F1, F2, F3 പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. F1 യൂണിയൻ F2 യൂണിയൻ F3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 യൂണിയൻ E2 യൂണിയൻ E3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു E3 ആയിരിക്കും. ഇൻ ജനറൽ Fn ഈക്വൽ ടു En മൈനസ് En മൈനസ് 1 ആൻഡ് F1, F2 എക്സെട്ര Fn ആർ പെയർ വൈസ് ഡിസ്ജോയിൻ ആൻഡ് യൂണിയൻ N ഈക്വൽ ടു 1 to K ഈക്വൽ ടു 1 to N Fn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര En ആണ്. ദാറ്റ് മീൻസ് അത് നമുക്ക് En തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. En മൈനസ് 1 ആണ്. Fn ഈക്വൽ ടു En മൈനസ് 1 ആണ്. അപ്പോൾ Fns എന്ന് പറയുന്നത് പെയർ വൈസ് ഡിസ്ജോയിൻ്റ്. അപ്പോൾ നിലവിലുള്ള അസെൻഡിങ് സീക്വൻസിൽ നിന്നൊരു പെയർ വൈസ് ഡിസ്ജോയിൻ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി രണ്ടിൻ്റെയും കൂടി യൂണിയൻ എടുത്താൽ യൂണിയൻ N ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി Fn എഴുതിയാലും യൂണിയൻ N ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി En എഴുതിയാലും ഇത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെയാണ് തൊട്ട് മുകളിലെ തിയറം പ്രകാരം ഇൻ്റഗ്രൽ ഓവർ യൂണിയൻ En ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ യൂണിയൻ Fn എന്ന് പറയാം. പക്ഷേ Fns പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് തൊട്ട് മുന്നിലെ കൗണ്ടബിൾ അഡിറ്റിവിറ്റി ഓഫ് ഇൻ്റഗ്രേഷൻ പ്രകാരം സമ്മേഷൻ K വേഴ്സ് ഫ്രം 1 to ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ Fn F ആണെന്ന് പറയാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി സിഗ്മ K വേഴ്സ് ഫ്രം 1 to n ഇൻ്റഗ്രൽ ഓവർ Fk F എന്ന് വിളിക്കാം. കാരണം ആ ലിമിറ്റിനെ പുറത്തെടുക്കുകയാണ് ചെയ്തത്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി സമേഷൻ്റെ റിസൾട്ട് തൊട്ട് മുകളിലെ പ്രകാരം നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ യൂണിയൻ K വേഴ്സ് ഫ്രം 1 to n Fk F എന്ന് വിളിക്കാം. പക്ഷേ യൂണിയൻ K വേഴ്സ് ഫ്രം 1 to n Fk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n വരെയുള്ള യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ En ആണ് കിട്ടുക. ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻഷൻ യൂണിറ്റി ഇൻ്റഗ്രൽ ഓവർ En F എന്ന് വിളിക്കും. ദോർഫോർ ഇൻ്റഗ്രൽ ഓഫ് ദി യൂണിയൻ F ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രൽ ഓവർ En F എന്ന് കിട്ടും. അപ്പോൾ അസെൻഡിങ് സീക്വൻസിൽ നമുക്ക് ലിമിറ്റ് ഓഫ് ദി യൂണിയനും ഇൻ്റഗ്രൽ ഓഫ് ദി യൂണിയനും ഇൻ്റഗ്രൽ ഓവർ ദി ലിമിറ്റും എന്തായി മാറുന്നു, സെയിം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രലും ഈക്വൽ ആവുകയാണ് ചെയ്യുന്നത്. ഈ ഡിസെൻഡിങ് കേസ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് us കൺസിഡർ En ബി എ ഡിസെൻഡിങ് കളക്ഷൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സബ്സെറ്റ്സ് ഓഫ് E. അപ്പോൾ ഡിസെൻഡിങ് ആയതുകൊണ്ട് ഏറ്റവും വലുത് E1 ആണ്. E1-നുള്ളിലാണ് E2, E2-നുള്ളിലാണ് E3 എക്സെട്ര ഉള്ളിലേക്ക് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൈൻ F1 ഈക്വൽ ടു E1 മൈനസ് E2. F1 ഈക്വൽ ടു E1 മൈനസ് E2 ആൻഡ് F2 ഈക്വൽ ടു E1 മൈനസ് E3. അപ്പോൾ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ F1 പറഞ്ഞു കഴിഞ്ഞാൽ E1-ൽ നിന്ന് E2-നെ മൈനസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പോർഷൻ കിട്ടും. അതുപോലെ അടുത്തത് F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 മൈനസ് E3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ F1-നേക്കാൾ വലുതായിരിക്കും F2, F2-നേക്കാൾ വലുതായിരിക്കും F3. അതായത് ഇൻക്രീസിങ് ആണ്, സൂപ്പർ സെറ്റാണ്. F1-ൻ്റെ സൂപ്പർ സെറ്റാണ് F2, F2-ൻ്റെ സൂപ്പർ സെറ്റാണ് F3 എക്സെട്ര. Fn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 മൈനസ് En പ്ലസ് 1 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് Fns ആർ അസെൻഡിങ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി പ്രത്യേകം നോട്ട് ചെയ്യുക, അവരെല്ലാവരും കൂടി ഇൻ്റർസെക്ഷൻ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് F1 ആണ്. എല്ലാവരിലും ഉള്ള മെമ്പറാണ്. ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി Fn ഈക്വൽ ടു F1. അപ്പോൾ Fns അസെൻഡിങ് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ്. ആൻഡ് യൂണിയൻ Fn ഈക്വൽ ടു ആര് തന്നെയായിരിക്കും, F1 യൂണിയൻ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കിട്ടുന്നത് E1 ആണ്. F1 യൂണിയൻ F2 നമുക്ക് കിട്ടുന്നത് E1 ആണ്. F1 യൂണിയൻ F2 യൂണിയൻ എക്സെട്ര എന്ന എല്ലാവരും കൂടി യൂണിയൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും, E1 തന്നെയായിരിക്കും. ദിസ് ഇംപ്ലൈസ് യൂണിയൻ N ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി Fn ഈക്വൽ ടു E1. ഇനി ഈ Fn-ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിയൻ N ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി E1 മൈനസ് En പ്ലസ് 1 ആവുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു E1. അപ്പോൾ കോംപ്ലിമെൻ്ററി ഡി മോഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ E1 മൈനസ് യൂണിയൻ എന്നുള്ള ഇൻ്റർസെക്ഷൻ ആവും. ഇൻ്റർസെക്ഷൻ N ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി En പ്ലസ് 1 ഈക്വൽ ടു E1. തൊട്ട് മുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അസെൻഡിങ് കേസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ദി യൂണിയൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രൽ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് യൂണിയൻ N ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി Fn F ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ Fn F എന്ന് കിട്ടുന്നു. ഇനി യൂണിയൻ Fn-ൻ്റെ വാല്യൂ നമുക്കിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. E1 മൈനസ് എന്നുള്ള ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. E1 മൈനസ് ഇൻ്റർസെക്ഷൻ N പ്ലസ് 1 N ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി En പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി Fn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. E1 മൈനസ് En പ്ലസ് 1 ആണ്.
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇൻ്റഗ്രൽ ഓഫ് ഇ മൈനസ് ഇ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് ആയിരിക്കും. കാരണം അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന കൺസെപ്റ്റാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ വൺ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു 1 to infinity ഇ എൻ എഫ് എന്ന് വിളിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ വൺ എഫ് മൈനസ് ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ എൻ പ്ലസ് 1 എഫ് എന്ന് വിളിക്കാം. കാരണം ഫസ്റ്റ് ഇതിൽ വരാത്തതിൻ്റെ കാരണം എഫിൽ ഇൻഡിപെൻഡൻറ്റ് ചോയ്സ് ഓഫ് എൻ ആയതുകൊണ്ടാണ്. ഇനി എഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഉള്ള ഇൻ്റഗ്രൽ ഓവർ ഇ വൺ എഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity ഇ എൻ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ എഫ് ഇ എൻ എഫ് ആയിരിക്കും. മൈനസും കട്ട് ചെയ്യും. ദോർഫോർ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻ്റഗ്രൽ ഓവർ ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity ഇ എൻ എഫ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഷൻ ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ എൻ എഫ് എന്ന് കിട്ടുന്നു. അപ്പോൾ അതിനർത്ഥം ഇവിടെ അസെൻഡിങ് കേസിലും ഡിസെൻഡിങ് കേസിലെയും റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് കൗണ്ടബിൾ അഡിറ്റിവിറ്റി ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ള തിയറം നമ്പർ 20 യൂസ് ചെയ്തുകൊണ്ടാണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, താങ്ക് യു.